നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ദേവി. നമ്മൾ ഇന്നിവിടെ നെറ്റ് മലയാളത്തിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2026 നടന്ന നെറ്റ് മലയാളം പരീക്ഷയ്ക്ക് ചോദിച്ച ചില ചോദ്യങ്ങൾ നമുക്കിവിടെ പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വൈകാതെ തന്നെ പോവാം. CV രാമൻപിള്ളയുടെ പ്രഹസനങ്ങളിൽ ഉൾപ്പെടാത്ത കൃതി ഏതാണെന്നാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. കഴിഞ്ഞ നെറ്റ് മലയാളം പരീക്ഷ എഴുതിയവർക്ക് എല്ലാവർക്കും ഈ ചോദ്യങ്ങൾ പരിചിതമായിരിക്കും. ഓക്കെ, അപ്പൊ CV രാമൻപിള്ളയുടെ പ്രഹസനങ്ങളിൽ ഉൾപ്പെടാത്ത കൃതി, ഇവിടെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. 1 ബട്ട്ലർ പപ്പൻ, 2 കുറുപ്പില്ല കളരി, 3 BA മായാവി, 4 പണ്ടത്തെ പാച്ചൻ. നമുക്കറിയാം, ചോദ്യകർത്താവ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ചോദ്യം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കിയാൽ അടുത്ത നെറ്റ് പരീക്ഷകളിൽ പഠിക്കാനായിട്ടുള്ള എളുപ്പ വഴി നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കുക, CV രാമൻപിള്ളയുടെ പ്രഹസനങ്ങളെ പറ്റിയാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഒന്നുകിൽ നമ്മൾ എന്ത് മനസ്സിലാക്കിയിരിക്കണം? CV രാമൻപിള്ളയുടെ കൃതികളെ പറ്റിയുള്ള മുഴുവനായ ധാരണ നമ്മൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ തെറ്റായ ഓപ്ഷനായിട്ട് തന്നിരിക്കുന്ന കൃതി ആരുടേതാണെന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള 2 രീതികളാണ് ഇതിലെ ശരി ഉത്തരത്തിലേക്ക് എത്താനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ CV രാമൻപിള്ളയുടെ പ്രഹസനങ്ങളിൽ ഉൾപ്പെടാത്ത കൃതി, അപ്പോൾ നമുക്ക് CV രാമൻപിള്ളയുടെ എല്ലാ പ്രഹസനങ്ങളും അറിയാമെങ്കിൽ ഇതിലൊരു ഒറ്റയാൻ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഉത്തരം ഏതാണ് വരുന്നത്? BA മായാവി ആണ് അല്ലെ. മലയാളം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം, BA മായാവി എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശസ്തമായിട്ടുള്ള ഒരു പ്രഹസനമാണ്. എന്നാൽ അത് CV രാമൻപിള്ള രചിച്ചതാണോ? അല്ല. അപ്പോ ഇവിടെ ബട്ട്ലർ പപ്പൻ, കുറുപ്പില്ല കളരി, പണ്ടത്തെ പാച്ചൻ, ഈ 3 പ്രഹസനങ്ങളും CV രാമൻപിള്ളയുടേതാണ്. എന്നാൽ BA മായാവി എന്നുള്ളത് CV രാമൻപിള്ളയുടെ അല്ല, മറിച്ച് ആരുടെയാണ്? EV കൃഷ്ണപിള്ള എന്നുള്ള പ്രശസ്തനായിട്ടുള്ള ഹാസ്യ സാഹിത്യകാരന്റേതാണ് BA മായാവി എന്ന പ്രഹസനം. അപ്പൊ ഇവിടെ CV രാമൻപിള്ളയുടെ മറ്റ് കൃതികളെ കുറിച്ച് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് ചോദ്യകർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോ അപ്പൊ എന്ത് വേണം? ഈ പരീക്ഷയിൽ വന്ന ചോദ്യങ്ങളെ മാത്രമല്ല, അതിന്റെ ഉത്തരങ്ങളെ മാത്രമല്ല, അതിന്റെ ഓപ്ഷൻസിനെ കൂടി നമ്മൾ മനസ്സിലാക്കി വേണം അടുത്ത നെറ്റ് മലയാളം പരീക്ഷയ്ക്ക് പോയിരിക്കാൻ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം CV രാമൻപിള്ളയുടെ പ്രഹസനങ്ങൾ ഏതൊക്കെയാണെന്ന്. ബട്ട്ലർ പപ്പൻ, കുറുപ്പില്ല കളരി, പണ്ടത്തെ പാച്ചൻ, തെന്തനാങ്കോട്ട് ഹരിശ്ചന്ദ്രൻ, ഡോക്ടർക്ക് കിട്ടിയ മിച്ചം, കൈമളശന്റെ കടശിക്കളി, ചെറുതേൻ കൊളംബസ്, പാപി ചെല്ലണടം പാതാളം, കുറുപ്പിന്റെ തിരിപ്പ്, ബട്ട്ലർ പപ്പൻ, മത്തവിലാസം, ചന്ദ്രമുഖി വിലാസം, ഇത്രയുമാണ് ആരുടെ പ്രഹസനങ്ങൾ? CV രാമൻപിള്ളയുടെ പ്രഹസനങ്ങൾ. CVയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നെറ്റ് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വരുന്നതാണ്. പ്രഹസനങ്ങൾ മാത്രമല്ല, CVയുടെ ചരിത്രാഖ്യായികകൾ ചോദ്യത്തിൽ വരാറുണ്ട്, അതിലെ കഥാപാത്രങ്ങൾ വരാറുണ്ട്, കാലക്രമം, CVയുടെ കൃതികളുടെ കാലക്രമം വരാറുണ്ട്. അതുപോലെ തന്നെ സംഭാഷണങ്ങൾ, പ്രധാനപ്പെട്ട CVയുടെ നോവലുകളിലെ എല്ലാം സംഭാഷണങ്ങൾ തന്നിട്ടോ ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. CV രാമൻപിള്ളയെ വിട്ടുപോകരുത്, പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ പഠിച്ചു തീർക്കുക. ഇവിടെ നോക്കുക, CV രാമൻപിള്ളയുടെ പ്രധാനപ്പെട്ട ചരിത്രാഖ്യായികകളും ഒരു സാമൂഹ്യ നോവലും, 3 ചരിത്രാഖ്യായികളും ഒരു സാമൂഹ്യ നോവലും. മാർത്താണ്ഡവർമ്മ ആദ്യം ഇറങ്ങി 1891, ധർമ്മരാജ അതിനുശേഷം 1913, CVയുടെ അതിനുശേഷം ഇറങ്ങിയ ചരിത്രാഖ്യായികയാണ് ഏത്? രാമരാജ ബഹദൂർ. ഇതിനിടയിലാണ് പ്രേമാമൃതം എന്നുള്ള സാമൂഹ്യ നോവൽ ഇറങ്ങിയതെന്ന് ഓർക്കണം. പക്ഷെ എന്നാലും ചരിത്രാഖ്യായികകളുടെ ക്രമം സെപ്പറേറ്റ് തന്നെ ഓർത്തിരിക്കുക. അപ്പൊ ആദ്യം മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നിങ്ങനെ 3 ചരിത്രാഖ്യായികകളാണ് CVയാൽ വിരചിതമായിട്ടുള്ളത്. അതിനുശേഷം ഓർത്തിരിക്കേണ്ട എന്താ? CVയുടെ ഒരു സാമൂഹ്യ നോവലാണ് പ്രേമാമൃതം. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി CV രാമൻപിള്ളയുടെ അപൂർണമായിട്ടുള്ള കൃതികളാണ് ദൃഷ്ടദംഷ്ട്രം എന്നുള്ള നോവൽ CVയുടെ അപൂർണമായ ഒരു കൃതിയാണ്. അങ്ങനെയും ചോദ്യം വരാം. CV രാമൻപിള്ള രചിച്ച അപൂർണ കൃതി ഏത്? ഓപ്ഷനില് ദൃഷ്ടദംഷ്ട്രം എന്നുള്ളത് ഉണ്ടെങ്കിൽ ഉറപ്പായും അതാണെന്ന് മനസ്സിലാക്കാം. അടുത്തത് CVയുടെ അപൂർണമായ ഒരു ആത്മകഥയുണ്ട് കേട്ടോ, അതും നോട്ട് ചെയ്തു പോവുക. പ്രേമാരിഷ്ടം എന്നാണ് അതിന്റെ പേര്. പ്രേമാരിഷ്ടം എന്ന പേരില് CV രചിച്ച ഒരു അപൂർണമായ ആത്മകഥയുണ്ട്. CVയെ കുറിച്ച് എല്ലാം കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് കിട്ടേണ്ടത് ആരാണ്? ആ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന തെറ്റായ ഉത്തരത്തിന്റെ വിവരണമാണ്. EV കൃഷ്ണപിള്ള രചിച്ചതാണ് BA മായാവി എന്നുള്ള പ്രഹസനം. അപ്പൊ EVയെ കുറിച്ച് അറിയണ്ടേ? ചോദ്യകർത്താവ് EVയുടെ അടുത്തൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ടാണ് നെറ്റ് മലയാളം പരീക്ഷ 2026 ഈ ചോദ്യം വന്നത്. അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് EVയിൽ നിന്ന് മറ്റൊരു ചോദ്യം നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ BA മായാവി, വിവാഹ കമ്മട്ടം, പെണ്ണരശുനാട്, തിലോത്തമ, കവിതാ കേസ്, മായാമനുഷ്യൻ, പോലീസ് രാമായണം, ഇതൊക്കെയും ആരുടെ പ്രഹസനങ്ങളാണ്?
ഈവിയുടെ പ്രഹസനങ്ങളാണ്. കേളി സൗധം എന്നുള്ള പേരിലെ 4 ഭാഗമായിട്ട് വരുന്ന കൃതി, ഭാരതിയുടെ ഉപദേശം, മാഞ്ചസ്റ്റർ ബാധ, കൈമളുടെ അറസ്റ്റ്, സൂപ്രണ്ടിന്റെ കൈക്കൂലി, എന്റെ ഗന്ധർവ സ്നേഹിതൻ, ചിരിയും ചിന്തയും എന്നുള്ള പ്രശസ്തമായ ലേഖനങ്ങൾ ഇതൊക്കെ ആരുടെയാണ്? ഈവിയുടേതാണ്. അപ്പൊ സിവിയുടേതേത്, ഈവിയുടേതേത്? ക്ലിയർ ആയിട്ട് തരം തിരിച്ച് മനസ്സിലോർത്ത് പരീക്ഷയ്ക്ക് പോവുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. കുട്ടനാട്ടിലെ വാമൊഴി ഇതിഹാസം എന്നറിയപ്പെടുന്ന കൃതി. കുട്ടനാട്ടിലെ വാമൊഴി ഇതിഹാസം എന്നറിയപ്പെടുന്ന കൃതി. ഇതിന്റെ ഓപ്ഷൻസ് മതിലേരി കന്നിയുണ്ട്, മലനാട്ടിൽ ആദ്യ തന്നിട്ടുണ്ട്, പൊന്നിറത്താൾ കഥ, അതുപോലെ കുഴിക്കാട്ട് പച്ച. അല്ലെ, ഇത് നമുക്കറിയാം. നമ്മൾ പ്രധാനമായിട്ടും ഫോക്ലോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും നാടോടി വിജ്ഞാനവും ഒക്കെ സിലബസിൽ കൃത്യമായിട്ട് പഠിക്കാൻ തന്നിട്ടുണ്ട്. അതിൽ നിന്നും വന്നേക്കുന്ന ഒരു ചോദ്യമാണിതെന്ന് നമുക്കറിയാം. ഓക്കെ, ഇതിന്റെ ഉത്തരത്തിലേക്ക് പോകാം. അതിനപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദ്യകർത്താവ് എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചു, എങ്ങനെ ഈ ചോദ്യം ഇവിടെ എത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അടുത്തത് കുട്ടനാട്ടിലെ വാമൊഴി ഇതിഹാസം എന്നറിയപ്പെടുന്ന കൃതിയുടെ ഉത്തരം ഏതാണ്? മലനാട്ടിലാദി. മലനാട്ടിലാദിയാണ് ഇവിടെ ഉത്തരം വരുന്നത്. ഏതൊന്നും അല്ല. മതിലേരി കന്നിയാണോ? അല്ല. പൊന്നിറത്താൾ കഥയാണോ? അല്ല. കുഴിക്കാട്ട് പച്ചയും അല്ല. മറിച്ച് വന്നത് ഏതാണ്? മലനാട്ടിലാദി. ഇതെങ്ങനെയാണ് മലനാട്ടിലാദി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തുന്നത്? മലനാട്ടിലാദി കുട്ടനാട്ടിലെ വാമൊഴി ഇതിഹാസം എന്ന പേരിൽ തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിന്റെ എഡിറ്റർ, സമ്പാദനം ചെയ്തത് ഡോക്ടർ ജോസഫ് സ്കറിയ എന്നുള്ള പ്രശസ്തനായ ആളാണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറങ്ങുന്ന പുതിയ പുസ്തകങ്ങൾ മലയാള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നോക്കേണ്ടത് പ്രധാനമാണ്. നമുക്ക് അവരുടെ സൈറ്റിൽ നിന്നും ഒക്കെ തന്നെ ഈ വിവരങ്ങൾ കിട്ടും. അപ്പൊ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറങ്ങുന്ന പുതിയ പുസ്തകങ്ങൾ, അവയുടെ പേരുകൾ, ഇതിൽ നിന്നും വരെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നും ഒഴിവാക്കാൻ പാടില്ല. മലനാട്ടിലാദി എന്നുള്ളത് കുട്ടനാട്ടിലെ വാമൊഴി ഇതിഹാസം എന്നുള്ള പേരിൽ തന്നെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. അതിന്റെ സമ്പാദനം ആരാണ് ചെയ്തിരിക്കുന്നത്? ഡോക്ടർ ജോസഫ് സ്കറിയയാണ്. ഇതറിയാമെങ്കിൽ നമുക്ക് നേരത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടില്ലേ? അതുപോലെ ചെങ്ങന്നൂരാദി, എടനാടൻ പാട്ട്, ഇത് രണ്ടും എന്താണ്? കുട്ടനാടൻ വീരഗാഥകൾ തന്നെയാണ് അല്ലെ? പക്ഷേ എന്നാൽ കുട്ടനാട്ടിലെ വാമൊഴി ഇതിഹാസം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് മലനാട്ടിലാദിയാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഏതാണ്? മതിലേരി കന്നി. നമുക്കറിയാം അതെന്താണ്? അത് വടക്കം പാട്ടാണ്. വടക്കം പാട്ടിലെ ഒരു വീരനായികയാണ് മതിലേരി കന്നി. മതിലേരി കന്നി എന്നുള്ള പേരിൽ തന്നെ ഒരു കൃതിയുണ്ട്. കടത്തനാട്ടൻ ഗ്രാമ്യ ഭാഷയിൽ രചിക്കപ്പെട്ട ഒരു ദുരന്ത കാവ്യമാണ് ഏത്? മതിലേരി കന്നി. പിന്നെ മറ്റൊന്നേതാണ്? പൊന്നിറത്താൾ കഥ. പൊന്നിറത്താൾ കഥ എന്ന് പറഞ്ഞാൽ തെക്കൻ പാട്ടാണ്. നമുക്കറിയാം പല തെക്കൻ പാട്ടുകളും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? വില്ലടിച്ചാം പാട്ട് എന്നുള്ള നാടൻ കലാരൂപത്തിന് ഉപയോഗിക്കുന്നത് ഏത് പാട്ടുകളാണ്? തെക്കൻ പാട്ടുകളാണ്. ഇവിടെ പൊന്നിറത്താൾ കഥ എന്നത് തെക്കൻ പാട്ടാണെന്ന് ഓർക്കുക. വില്ലടിച്ചാൽ പാട്ടുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു കഥ കൂടിയാണ് ഇത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി മറ്റൊന്നുകൂടി ഉണ്ട്, കുഴിക്കാട്ട് പച്ച. ഈ കൂട്ടത്തിൽ ഒന്നും വരാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ കുഴിക്കാട്ട് പച്ച. ഇവിടെ ഓപ്ഷനിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. കുഴിക്കാട്ട് പച്ച എന്താണ്? കേരളീയ തന്ത്രശാസ്ത്ര ഗ്രന്ഥമാണ് കുഴിക്കാട്ട് പച്ച എന്നുള്ളത്. മഹേശ്വരം ഭട്ടതിരിപ്പാടാണ് ഇത് രചിച്ചത്. ക്ഷേത്ര നിർമ്മാണം മുതൽ ഉത്സവം വരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രതിപാദിക്കുന്ന ഒരു കൃതി കൂടിയാണ് ഏത്? ഈ കുഴിക്കാട്ട് പച്ച എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഒരു ചോദ്യത്തിൽ നിന്നും എന്തോരം വിവരങ്ങൾ, എത്രത്തോളം നോളജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ വേണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നെറ്റിന്റെ പ്രത്യേകിച്ചും ഇങ്ങനെ തന്നെ പഠിക്കണം. അല്ലാതെ ഒരു ഉത്തരം മാത്രം പഠിച്ചു പോയാൽ അടുത്ത നെറ്റിൽ ചിലപ്പോൾ ബാക്കി തെറ്റായ ഓപ്ഷൻസ് ആയിട്ട് തന്നതിൽ നിന്നുമായിരിക്കും അടുത്ത ചോദ്യം വരുന്നത്. ഓക്കെ, നെറ്റ് മലയാളം പരീക്ഷയിൽ വന്ന മറ്റൊരു ചോദ്യം നോക്കാം. ഇത് വ്യാകരണ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്, ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമിക്കിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം എന്ന വരിയിലെ വിനേച്ചൻ ചോദിച്ചിട്ടുണ്ട്. ഉള്ളൂരിനെ നെറ്റ് മലയാളം പരീക്ഷ ഈയിടെയായിട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉള്ളൂരിന്റെ ഭാഗത്ത് നിന്ന് അനേകം ചോദ്യങ്ങൾ കവിതയുടെ ഭാഗത്താകട്ടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വരാറുണ്ട്. ഇവിടെ എന്താ ഉള്ളൂരുമായിട്ട് ബന്ധം? നമിക്കിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമേ പണിവതു നാഗം, നരകവും അതുപോലെ എന്നുള്ളത് പ്രേമസംഗീതം എന്നുള്ള ഉള്ളൂരിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കവിതയിലെ വരികളാണ്. എന്നാൽ നമ്മൾ ഒരിക്കലും ഇതൊരു വ്യാകരണ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് നെറ്റ് മലയാളം പുതിയ രീതിയിലുള്ള പരീക്ഷയുടെ പ്രത്യേകതയും. നമ്മൾ പഠിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ഉള്ളൂരിന്റെ വരികൾ ചോദിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ അത് പഠിക്കാറുണ്ട്. അതിൽ നിന്നും പക്ഷേ ഒരു വ്യാകരണ ചോദ്യം ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല അല്ലേ? എന്തായാലും രസകരമായ ഒരു ചോദ്യമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതിനെന്തറിയണം? വിനയച്ചം എന്താണെന്ന് അറിയണം. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. മുൻ വിനയച്ചം, പാക്ഷിക വിനയച്ചം, പിൻ വിനയച്ചം, തൻ വിനയച്ചം.
അപ്പൊ വിനേച്ചങ്ങൾ അറിഞ്ഞാലാണ് നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുക. പക്ഷെ ഈസിയാണ്, നമുക്ക് നോക്കാം. ഇതിന്റെ ഉത്തരം വന്നിരിക്കുന്ന ഏതാണ്? പാക്ഷിക വിനേച്ചമാണ്. അപ്പൊ പാക്ഷിക വിനേച്ചം എന്നുള്ളത് മാത്രമല്ല, എല്ലാ വിനേച്ചങ്ങളെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. കാര്യം എന്താണ്? വിനേച്ചങ്ങളിൽ നിന്നും പലപ്പോഴായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇവിടെ നോക്കുക, നമുക്ക് വിനേച്ചങ്ങളെ കുറിച്ചൊന്ന് പഠിച്ചിട്ട് മുന്നോട്ട് പോകാം. അപ്പം വിനേച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാന ക്രിയയെ ആശ്രയിച്ചു നിൽക്കുന്ന അപൂർണ ക്രിയാരൂപങ്ങളാണ്. പ്രധാന ക്രിയയ്ക്ക് മുൻപോ പിൻപോ ഇത് വരാം. അപ്പൊ വിനേച്ചം എന്നൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾ എളുപ്പത്തിന് എന്തോർത്താൽ മതി? ഒരമ്മ കുഞ്ഞിനെ എടുത്തോണ്ടിരിക്കുകയാണ്. ആ അമ്മയുടെ കയ്യിലെ കുഞ്ഞ് ആരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ചെറിയ കുഞ്ഞാണെങ്കിൽ അതിന് അമ്മയില്ലാണ്ട് ഒന്നും നടക്കില്ല അല്ലെ? അമ്മയുടെ കയ്യിൽ ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അമ്മയില്ലാണ്ട് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല. അങ്ങനെ അമ്മയെ പറ്റി നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അത്തരത്തിൽ പൂർണ്ണമായിട്ട് നിൽക്കാൻ കഴിയാതെ പ്രധാന ക്രിയയെ പറ്റി നിൽക്കുന്ന, പ്രധാന ക്രിയയോട് ഒപ്പം മാത്രമേ ഇതിന് നിൽക്കാൻ പറ്റൂ. കാര്യം പ്രധാന ക്രിയയോടൊപ്പം വന്നാൽ മാത്രമേ ഇതിന് അർത്ഥം വരത്തുള്ളൂ. അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ക്രിയകളെയാണ്, അപൂർണ ക്രിയകളെയാണ് എന്ത് പറയുന്നത്? വിനയച്ചം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പറ്റി നിൽക്കുന്നതാണ്. അപ്പൊ അപൂർണ ക്രിയ ഏത് ഭാഗത്താണ് പറ്റി നിൽക്കുന്നത് എന്നതനുസരിച്ചാണ് ഈ വിഭജനം. ഒന്ന് സിമ്പിൾ ആയിട്ട് ഓർത്താൽ മതി. ഇവിടെ നോക്കുക, 5 വിനയച്ചങ്ങളുണ്ട്. അതേതൊക്കെയാണ്? മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം. മുൻവിനയച്ചം, പിൻവിനയച്ചം അത് എളുപ്പമുണ്ട്. തൻവിനയച്ചവും എളുപ്പമുണ്ട്. ഇത് വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാകും. പിന്നെ നടുവിനയച്ചവും കേട്ടാൽ മനസ്സിലാവും അല്ലെ? ഏത് സ്ഥാനത്താണ് ഈ അപൂർണ ക്രിയ വരുന്നത് ആ വാക്യത്തിൽ എന്നുള്ളത് അടിസ്ഥാനമാക്കിയാണ് ഈ പേരുകൾ വരുന്നത്. അപ്പോ ഇവിടെ പാക്ഷിക വിനയച്ചം എന്നുള്ള ഒന്ന് മാത്രമാണ് നമുക്ക് ചിലപ്പോൾ പേര് കൊണ്ട് കിട്ടാതിരിക്കുന്നത്. എന്നാലും അതും എളുപ്പമാണ്. നമുക്കിനി എന്തൊക്കെയാണ് വിനയച്ചങ്ങൾ എന്നുള്ളത് പഠിക്കാം. അപ്പോ വിനയച്ചങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പ്രാഥമികമായിട്ട് അറിഞ്ഞിരിക്കാം. ഈ ക്വസ്റ്റ്യനിന്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ട വിവരങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. ഇവിടെ വിനയച്ചം എന്നുള്ളതില് ആദ്യമായിട്ട് മുൻ വിനയച്ചത്തെ നമ്മൾ പഠിച്ചിരിക്കണം. മുൻ വിനയച്ചം എന്താണ്? ഇവിടെ മുൻ എന്ന് പറയുമ്പോൾ മുൻ ഭാഗത്ത് വരുന്നത് എന്നോർക്കുക. പ്രധാന ക്രിയയ്ക്ക് മുൻപ് നടക്കുന്ന അപൂർണ ക്രിയ. ഇവിടെ അപൂർണ ക്രിയ ആണെന്നുള്ളത് ഓർക്കുക മക്കളെ. അപ്പൊ എന്താണ്? പ്രധാന ക്രിയയ്ക്ക് മുൻപ് നടക്കുന്ന അപൂർണ ക്രിയയെ നമ്മൾ എന്ത് പറയുന്നു? മുൻ വിനയച്ചം എന്ന് പറയുന്നു. ഇനി പ്രധാനമായിട്ട് ഒരു കുറുക്കു വഴി, നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്താൻ ഇനി ചില കുറുക്കു വഴികളുണ്ട്. ഇവിടെ 2 പ്രത്യയമാണ്. ഈ ചന്ദ്രക്കല ഇടുന്ന എന്നുള്ള ആ ഒരു പ്രത്യയവും അതുപോലെ തന്നെ ഈ ചിഹ്നവുമാണ് എന്തിനു വരുന്നത്? മുൻ വിനയച്ചത്തിലെ അപൂർണ ക്രിയാരൂപങ്ങളിൽ ഉണ്ടാവുന്നത്. അപ്പൊ ആ ക്രിയ വരുന്ന, ആ ഒരു പ്രത്യയം വരുന്ന ക്രിയാരൂപ അപൂർണ ക്രിയ നോക്കിയാൽ നമുക്ക് എന്തിലേക്ക് എത്താം? ആൻസറിലേക്ക് എത്താം. അപ്പൊ മുൻ വിനയച്ചം എന്ന് പറഞ്ഞാൽ പ്രധാന ക്രിയയ്ക്ക് മുൻപ് നടക്കുന്ന അപൂർണ ക്രിയയാണ്. ഇതില് ഈ എന്നുള്ള പ്രത്യയങ്ങളാണ് വരിക. ഇവിടെ നോക്കിയേ, പഠിച്ച് ജയിച്ചു. പഠിച്ചതിന് ശേഷമാണ് ജയിച്ചത്. ജയിച്ചു എന്നുള്ള പൂർണ്ണക്രിയ നടക്കുന്നത് എപ്പോഴാണ്? പഠിക്കുക എന്നുള്ള അപൂർണക്രിയ നടന്നതിന് ശേഷമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ പൂർണ്ണക്രിയ ഏതാണ്? ജയിച്ചു എന്നുള്ളതാണ്. അതിന് മുൻപ് വരുന്ന അപൂർണക്രിയയാണ് മുൻപ് വരുന്നതാണ് ഏത്? പഠിച്ച് എന്നുള്ളത്. നമ്മൾ പഠിച്ചിട്ടാണ് ജയിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ പഠിച്ച് എന്നുള്ളത് ഏതിന്റെ ഉദാഹരണമാണ്? മുൻ വിനയച്ചത്തിന് ഉദാഹരണമല്ലേ? അപ്പൊ പഠിച്ച് എന്നുള്ളത് മുൻ വിനയച്ചമാണല്ലോ. മറ്റുദാഹരണം പേടിച്ചു വിറച്ചു അല്ലെ? പേടിച്ച് വിറച്ചു. പേടിച്ചതിന് ശേഷമാണ് നമുക്ക് വിറയൽ വരുന്നത്, വെറുതെ അല്ല, പേടിച്ചപ്പോഴാണ് വിറയൽ വരുന്നത്. അതുകൊണ്ട് പേടിച്ച് എന്നുള്ളത് ഏതാണ്? മുൻ വിനയച്ചമാണ്. അതുപോലെ തന്നെ വാങ്ങിത്തിന്നു. നമ്മൾ എന്തെങ്കിലും വാങ്ങിയതിന് ശേഷമാണ് കഴിക്കുന്നത്, അല്ലാതെ തിന്നാൻ പറ്റില്ല. അപ്പൊ വാങ്ങി തിന്നു എന്നുള്ളതില് ഈ പ്രത്യയം വന്നു കണ്ടോ, ഈ പ്രത്യയം. അപ്പൊ ഇവിടെ രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യയവും ഇവിടെ ഈ പ്രത്യയവും വന്നു. ഈ എന്താണ്? മുൻവിനയച്ചത്തിന്റെ പ്രത്യയങ്ങളാണ്. കിട്ടില്ലേ? അപ്പോ കാര്യമായിട്ട് നമുക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ പോലും ഈ കണ്ടാൽ മുൻവിനയച്ചം ഓർത്തുകൊള്ളുക. ഈ വന്നാൽ എന്താണ്? മുൻവിനയച്ചമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത വിനയച്ചത്തെ പരിചയപ്പെടാം. ഇനി പിൻവിനയച്ചത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പിൻവിനയച്ചം നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ ആണ്. എന്താണ്? പ്രധാന ക്രിയയ്ക്ക് ശേഷം നടക്കുന്ന അപ്രധാന ക്രിയ അല്ലെങ്കിൽ അപൂർണ ക്രിയ. ഇപ്പൊ വിനയച്ചങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അപൂർണമാണ്, പറ്റി നിൽക്കുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അമ്മ കുഞ്ഞ് ഉദാഹരണം പറഞ്ഞില്ലേ? അമ്മയെ പറ്റി നിൽക്കുന്ന എന്ന് പറയുന്ന ചെറിയ കുഞ്ഞുങ്ങളെ പോലെയാണ് അപൂർണ ക്രിയകൾ അല്ലെ? അപ്പൊ പിൻവിനയച്ചം എന്ന് പറഞ്ഞാൽ പ്രധാന ക്രിയയ്ക്ക് ശേഷം നടക്കുന്ന അപൂർണ ക്രിയയാണ്.
ഇതില് ആൻ ആണ് പ്രത്യയം. ഏതാണ് പ്രത്യയം? അങ്ങനെ പ്രത്യയങ്ങൾ നോക്കി വെച്ചാലും നമുക്ക് ആൻസർ ചിലപ്പോൾ കിട്ടാവുന്ന രീതിയിലേക്ക് വരും. അർത്ഥം അറിഞ്ഞ് പഠിക്കുകയും വേണം, ഒപ്പം നമുക്ക് ചില കുറുക്കു വഴികൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ ആൻ പ്രത്യയം. വരാൻ പറഞ്ഞു, ഉറങ്ങാൻ കിടന്നു, പഠിക്കാൻ പോയി. കണ്ടോ, ഇവിടൊക്കെ എവിടാണ് വരുന്നത്? പ്രധാന ക്രിയക്ക് ശേഷമാണ് അപ്രധാന ക്രിയ വരുന്നത്. വരാൻ പറഞ്ഞു, ഉറങ്ങാൻ കിടന്നു, അതുപോലെ പഠിക്കാൻ പോയി. അപ്പൊ ഈ ഉദാഹരണങ്ങളിൽ ഏതെങ്കിലും ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് എന്തിലേക്ക് എത്താം? ഉത്തരത്തിലേക്ക് എത്താം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പഠിക്കുക ചേർത്തുള്ള ക്രിയകള് അല്ലെ, ഈ വിനയിച്ച രൂപങ്ങൾ പഠിക്കുക ചേർത്ത് ഒന്ന് ആലോചിച്ചു വെക്കുക. പഠിച്ചുറങ്ങി എന്ന് പറയുമ്പോൾ മുൻവിനയിച്ചം, പഠിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ പിൻവിനയിച്ചം അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത്? പ്രധാന ക്രിയയ്ക്ക് ശേഷമാണ് ഇവിടെ പോയി എന്നുള്ളതാണ് പ്രധാന ക്രിയ. പൂർണ്ണക്രിയ പോയി എന്നുള്ളതാണ്. പഠിക്കാൻ പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ബുക്കൊക്കെ എടുത്ത് പയ്യെ എവിടെയെങ്കിലും റൂമിലേക്ക് പോയി നടന്നു പോയതിന് ശേഷം അവിടെ ഇരുന്നാണ് ബുക്ക് തുറന്ന് പഠിക്കുന്നത്. അപ്പൊ ആദ്യം നടന്ന ക്രിയ ഏതാ? പോയതാണ്. എന്നിട്ട് അവിടെ ചെന്ന് ഇരുന്നാലേ നമുക്ക് എന്തിനു പറ്റൂ? പഠിക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ് അതിനെ പിൻവിനയിച്ചം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഉദാഹരണം ഒക്കെ അതിന് ഉദാഹരണമാണ്. അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തയിലേക്ക് പോവാം. എളുപ്പമുള്ളതാണ് കേട്ടോ. കൂട്ടത്തിൽ അത്യാവശ്യം പാവപ്പെട്ട ഒരു വിനയിച്ചമാണ് തൻ വിനയിച്ചം എന്നുള്ളത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും അധികം ഉണ്ടാവാൻ ഇടയില്ല. തൻ വിനയിച്ചം. അപ്പൊ ഈ തൻ വിനയിച്ചം എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞു അപൂർണക്രിയ മുൻപി നടക്കുന്നു, അപൂർണക്രിയ പിൻപി നടക്കുന്നു എന്നൊക്കെ. ഇവിടെ ഒന്നുമില്ല. അപൂർണക്രിയ എന്തിനോടൊപ്പം തന്നെ നടക്കും? പൂർണ്ണക്രിയയോടൊപ്പം തന്നെ. പൂർണ്ണക്രിയയും അപൂർണക്രിയയും ഒരുമിച്ച് നടക്കും. ഒരേ സമയത്ത് നടന്നാൽ എന്താണ് അത്? തൻ വിനയിച്ചമാണ്. അതിൽ തന്നെ നടക്കുന്നു, അതിൽ തന്നെ നടക്കുന്നു അല്ലെ. അപ്പൊ ഒരുമിച്ച് നടക്കുന്നു. ഇവിടെ എ അവേ എന്നിവയാണ് ഈ തൻ വിനയിച്ചത്തിന്റെ പ്രത്യയങ്ങളായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് പഠിക്കവേ ഉറങ്ങി, എല്ലാം പഠിപ്പ് വെച്ചിട്ട് ഓർത്താൽ മതി. നിങ്ങൾ നെറ്റ് പഠിക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മുൻവിനയിച്ചം, പിൻവിനയിച്ചം, തൻവിനയിച്ചം ഒക്കെ മനസ്സിലാവും കേട്ടോ. അപ്പം പഠിക്കവേ ഉറങ്ങിപ്പോവരുത് കേട്ടോ. നെറ്റ് പഠിച്ച് ഉറങ്ങിപ്പോവരുത്. അപ്പൊ ഇവിടെ തൻവിനയിച്ചത്തിന്റെ ഉദാഹരണമാണ് പഠിക്കവേ. ഇവിടെ കണ്ടോ, ഇവിടെ അവേ എന്നുള്ള പ്രത്യയമാണ് വന്നത്. നോക്കുക മക്കളെ, അവേ എന്നുള്ള പ്രത്യയമാണ്. പഠിക്കവേ ഉറങ്ങി, ഉറങ്ങവേ ചിരിച്ചു. കുട്ടികളൊക്കെ അല്ലെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള പൂർണ്ണക്രിയയും അതിന്റെ കൂട്ടത്തിൽ അപൂർണക്രിയ ആയിട്ടുള്ള ചിരിച്ചു എന്നുള്ളതും വന്നില്ലേ? ഒരുമിച്ചല്ലേ നടന്നത്? ഒരേ സമയത്തിലാണ് നടന്നത്. ക്ലിയർ ആണല്ലോ. എ അവേ എന്ന പ്രത്യയങ്ങളാണ് എന്തിനു വരുന്നത്? തൻ വിനയച്ചത്തിന് വരുന്നത്. ഇനിയിപ്പോ രണ്ട് വിനയച്ചൂടെ പഠിക്കാം നമുക്ക്. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ വിനയച്ചങ്ങളെ കുറിച്ചുള്ള ഫുൾ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ട് വിനയച്ചങ്ങൾ ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് നടുവിനയച്ചമാണ്. നടുവിനയച്ചം. ഇതും പേര് കൊണ്ട് മനസ്സിലാവും. ഒരു വാക്യത്തിന്റെ മധ്യഭാഗത്ത് വരുന്ന ഒരു കേവലക്രിയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഓർത്തു വെക്കേണ്ട കേവലക്രിയയാണ് കേട്ടോ. മറ്റേതുപോലെ അല്ല. ഇവിടെ ആ, ക, ഉക എന്നീ പ്രത്യയങ്ങളാണ് വരുന്നത്. ഇവിടെ കാൺകേ വേണം, സൂര്യൻ കിഴക്കുദിക്കുക പതിവാണ്, കള്ളം പറക ശരിയല്ല, പറക എന്നൊക്കെ വരുന്നത് കണ്ടോ. ഇവിടെ ഒരു കേവലക്രിയയാണ്, അതായത് പ്രത്യയമില്ലാത്ത കേട്ടോ. അപ്പൊ കേവലക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയയുടെ പ്രത്യയമോ കാലഭേദ രൂപങ്ങളോ ഒന്നുമില്ലാത്തൊരു രൂപമാണ്. പ്രത്യയമില്ലാത്ത രൂപമാണ് എന്ത്? കേവലക്രിയ. അപ്പൊ കേവലക്രിയ വരുന്നതാണ് നടുവിനയിച്ചം കേട്ടോ. നടുവിനയിച്ചം എന്ന് പറഞ്ഞാൽ കേവലക്രിയയാണ്. അതിൽ പൊതുവെ കാൺകെ വേണം കണ്ടോ. അതുപോലെ തന്നെ സൂര്യൻ കിഴക്കുദിക്കുക പതിവാണ്, അതുപോലെ കള്ളം പറക, അങ്ങനത്തെ പ്രധാനപ്പെട്ട വേറൊരു അലങ്കാരവും ചേർക്കാത്ത കേവലമായ ക്രിയയുടെ രൂപമാണ് എന്നുള്ളത് ഓർക്കുക. ഇനി നമുക്ക് ഒന്നുകൂടിയേ പഠിക്കാനുള്ളൂ. അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് പഠിക്കാതെ പോവരുത് കേട്ടോ. അടുത്തത് പാക്ഷിക വിനയച്ചമാണ്. ഈ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതില് പേരുകൾ കൊണ്ട് നമുക്ക് അധികം ഒന്നും മനസ്സിലാവാത്ത ഒരേ ഒരു ഒറ്റയാനാണ് പാക്ഷിക വിനയച്ചം. പക്ഷെ ആള് പാവമാണ്. ഒരു ക്രിയ നടക്കുമെങ്കിൽ മറ്റൊരു ക്രിയ കൂടി നടക്കും എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഒരു ക്രിയ നടക്കുമെങ്കിൽ മറ്റൊരു ക്രിയ കൂടി നടക്കുമെന്ന് സൂചിപ്പിക്കുന്നതാണ് ഏത്? പാക്ഷിക വിനയച്ചം. ഉദാഹരണം അതിനു മുമ്പ് പ്രത്യയം നോക്കാം. ആൽ, ഇൽ എന്നിവയാണ് പ്രത്യയം. ആൽ, ഇൽ. ഇവിടെ നോക്കുക. തന്നാൽ തിന്നാം, പഠിച്ചാൽ ജയിക്കാം, നെറ്റ് പഠിച്ചാൽ ജയിക്കാം, നല്ല മാർക്ക് വാങ്ങിയാൽ JRF നേടാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതെന്താണ്? പാക്ഷിക വിനയച്ചം എന്നുള്ള രൂപമാണ്. കിട്ടിയോ? നമ്മുടെ ചോദ്യത്തിലെ ഉത്തരം കിട്ടിയോ? എന്തായിരുന്നു? നടുകിൽ തിന്നാം.
നടുകിൽ തിന്നാം. അതുപോലെ നമിക്കിൽ ഉയരാം. നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുകയാണെങ്കിൽ, നമിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? ഉയർച്ച വരും അല്ലെ? അപ്പം നമിക്കിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം എന്നുള്ള ഉള്ളൂരിന്റെ പ്രശസ്തമായ വരികൾ ഏത് വിനേശത്തിന് ഉദാഹരണമാണ്? പാക്ഷിക വിനേശത്തിന്. കാര്യം എന്താ? ഒരു ക്രിയ നടക്കുമെങ്കിൽ മറ്റൊരു ക്രിയ. നന്നായി പഠിച്ചാൽ ജയിക്കാമെന്ന് നിങ്ങൾ ഓർക്കുക. ഇവിടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റൂ? നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള നെറ്റിലേക്കും JRFിലേക്കും ഒക്കെ എത്താൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാക്യം തന്നെ ഓർത്തുകൊണ്ട് അടുത്ത നെറ്റും JRFും നമുക്ക് തന്നെ നേടാമെന്ന് ആലോചിക്കുക. പഠിക്കുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാം അല്ലെ? അപ്പൊ നമിക്കിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം എന്ന് പറയുന്ന പോലെ ഈ പറഞ്ഞ നമ്മൾ പഠിച്ച പാക്ഷിക വിനേശം പോലെ നമുക്ക് എന്താ? പഠിക്കുവാണെങ്കിൽ ജയിക്കാം അല്ലെ? നമ്മൾ നിർത്താതെ പഠിച്ചുകൊണ്ടേയിരിക്കുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എന്നാൽ നമ്മുടെ സ്വപ്നം നമ്മുടെ അടുത്ത് എത്തിച്ചേരും. അപ്പൊ എല്ലാവർക്കും അടുത്ത നെറ്റ് മലയാളം പരീക്ഷ മികച്ച വിജയം ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ നെറ്റ് JRF സ്വപ്നങ്ങളിലേക്ക് എത്താനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇതെത്തിക്കുക. അപ്പൊ എല്ലാവർക്കും വളരെ ശോഭനമായ ഒരു ഭാവി ആശംസിക്കുന്നു. താങ്ക് യു.